ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദിസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ വേളാങ്കണ്ണിയിൽ രാവിലെ ഒരു 6 മണി തൊട്ട് മുടിയൊക്കെ എടുക്കും. പക്ഷേ ഞങ്ങൾ 7:30 വന്നപ്പോൾ അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് ഫ്രഷായി. അപ്പോഴത്തേനും അന്നക്കുട്ടി ഉണർന്നു. അത് ഞങ്ങൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മുടിയെടുക്കാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ശരവണ ഭവൻ എന്ന ഹോട്ടലുണ്ട്, വെജ് ഹോട്ടലാണ്. മുന്നേ ഞങ്ങൾ വരുമ്പോഴും ആ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ ആര്യജ്യോതിയൊക്കെ പോലെ ഭയങ്കര തിരക്കുള്ള, അതിലും ഭയങ്കര തിരക്കുള്ളൊരു ഹോട്ടലാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു അതിൻ്റെ അടുത്ത് ഒരു നല്ല ഹോട്ടലെന്ന് പറയാനുള്ളത് ഈ ശരവണ ഭവൻ തന്നെയാണ്. മാക്സിമം വെജ് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയാൽ നല്ലത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത കടയിൽ അന്നക്കുട്ടിക്ക് പറ്റിയ സ്കേർട്ട്സ് കിടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടെണ്ണം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ മുടിയെടുക്കുന്ന സ്ഥലത്തേക്ക് പോയി കേട്ടോ. അവിടെ നമുക്ക് 3 ബ്ലേഡ് വാങ്ങണം. അതിന് 150 ആണെന്ന് തോന്നുന്നു, 50 ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഒരു പ്ലേറ്റിന് 50 അങ്ങനെ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ദക്ഷിണ പോലെ ഈ മുടി വെട്ടുന്ന ആൾക്ക് കൊടുത്താൽ മതി. ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് നേരം നിന്നതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും ആൾ കുറഞ്ഞ് നിൽക്കുന്ന ഒരാളടുത്താണ് പോയത്. എന്നിട്ടും നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണെങ്കിൽ മുടി വെട്ടുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കൊണ്ടുവരുമ്പോൾ അതേസമയം ലച്ചു ഭയങ്കര കാമായിട്ടിരുന്ന് കൊടുത്തിട്ടുണ്ട്. അന്നക്കുട്ടി ആ മുടിയെടുക്കുന്ന അങ്കിളിനെ കണ്ട് ചിരിച്ചു. പിന്നെ അടുത്തിരിക്കുന്ന ആൾക്കാരെ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്താണ് ചെയ്തതെന്ന് ആൾക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് പിണക്കം ഉണ്ടായിരുന്നു, കാരണം അവരിങ്ങനെ ടൈറ്റായിട്ട് പിടിച്ച് വെക്കില്ലേ. അപ്പം അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് പിണങ്ങി. പിന്നെ തോളിലിട്ടപ്പോഴത്തേനും അന്നക്കുട്ടി ഓക്കെ പാടി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വരെ അങ്ങനെ പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയായിരിക്കും അന്നക്കുട്ടിയുടെ റിയാക്ഷൻ എന്ന് അറിയാൻ ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. മുട്ടയായ അന്നക്കുട്ടിയുടെ റിയാക്ഷൻ കാണിച്ചു തരാം. മുടി എവിടെ പോയോ? എന്തൊരു വ്യത്യാസം ഉണ്ടല്ലോ എനിക്ക്. എന്താ അത്? എൻ്റെ തലയിൽ നേരത്തെ ഞാൻ പിടിക്കുന്ന എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. എവിടെ പോയി വണ്ണ? അടുത്ത അപ്പുച്ചേട്ടനാണ്. അപ്പുച്ചേട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. 1 വയസ്സിന് മുടി വെട്ടിക്കാൻ വരുമ്പം ഫുള്ള് മുട്ടയാവുന്നവരെ കരഞ്ഞ് തളർന്നാണ് അപ്പുച്ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അപ്പം കൂടെ വന്നപ്പോൾ അപ്പുവിൻ്റെ മുട്ട നോക്കി ഇങ്ങനെ ആസ്വദിക്കുകയാണ് അന്നക്കുട്ടി. അടുത്ത മുട്ടയ്ക്കായിട്ട് അവരുടെ അച്ചായി ഇരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടൽ 3 മുട്ടകളെയും കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വിടുന്ന് പോകുന്നത്. അപ്പുവിന് 2 വട്ടം മുട്ട അടിക്കാൻ വന്നപ്പോഴും അച്ചായി 2 വട്ടം മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ 3 മുട്ടകൾ എങ്ങനെയാണ്, ക്യൂട്ടല്ലേ 3 പേരും. അപ്പോൾ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ വാങ്ങി കത്തിച്ചു. എന്നിട്ട് പള്ളിയിലൊക്കെ കയറിയിട്ട് പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറേ പർച്ചേസിങ്ങും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി തിരിച്ചു കേട്ടോ. ഏകദേശം 2 മണി ഞങ്ങൾ വേളാങ്കണ്ണി തിരിക്കുമ്പോൾ 10-11 മണിക്ക് തിരിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അവിടുത്തെ കടകളൊക്കെ കണ്ടപ്പോഴത്തേനും പിന്നെ എല്ലാം വാരി കൂട്ടിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ഓടിയിടുന്ന പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ആസിഫെ ബിരിയാണി കണ്ടു. നമുക്ക് നല്ല ഫുഡ് കിട്ടും എന്ന് ഉറപ്പുള്ളിടത്തും നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വയറ് നിറയെ അവിടുന്ന് ബിരിയാണി വാങ്ങി കഴിച്ചു. അന്നക്കുട്ടി ആ സമയം നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഒരു 3-3:30 ഞങ്ങൾ യാത്ര തിരിച്ചു. പിന്നെയും വിജനമായ സ്ഥലങ്ങളാണ്, പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഏകദേശം വെളുക്കെ ഓടിയെത്തോളം ഞങ്ങൾക്ക് അറിയാം. കാരണം ആർക്കും ലീവില്ല. ലീവിൻ്റെ ഇഷ്യൂ കാരണമാണ് ഞങ്ങൾ ശരിക്കും നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒട്ടും ഞങ്ങൾക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ്. കാരണം ഒട്ടും സേഫല്ല. ഒരാളെ ഉള്ളൂ ഡ്രൈവ് ചെയ്യാൻ, അതാണ് വിശേഷം. ഒരാളെ ഡ്രൈവ് ചെയ്യാനുള്ളൂ, ഇത്രയും പേരുണ്ട്. അതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. കാറിൽ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അന്നക്കുട്ടി ഭയങ്കര ആക്റ്റീവായിട്ട് രാത്രിയായപ്പോൾ അന്നക്കുട്ടിയും അപ്പുച്ചേട്ടനും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പുച്ചേട്ടനൊരു പുതിയ റിമോട്ട് കാർ വാങ്ങിച്ചു. അതിലാണ്, അപ്പുച്ചേട്ടൻ കൊടുക്കില്ല, പക്ഷെ അവൾ അതിന് വേണ്ടി അടി വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. തൂത്തുക്കുടി എത്തിയപ്പോഴത്തേനും അടിപൊളി വൈബുള്ള ഒരു കഫേ ഉണ്ട് കേട്ടോ. പിന്നെ അവരെല്ലാവരും അവിടെ നിന്ന് ചായ കുടിച്ചു. അവിടെ ഒരു കോഫി അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തൂത്തുക്കുടിയിൽ എനിക്ക് തോന്നുന്നു ഈ കഫേസിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിൻ്റെ കൂടെ കുറേ കുട്ടികൾക്കുള്ള പാർക്സ് ഒക്കെ വരുന്ന ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റും ഒക്കെ ഞങ്ങൾ കണ്ടു. പക്ഷേ രസമുണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ ഏരിയയിലല്ല, ഓപ്പൺ കഫേസ്, ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ഇതൊക്കെ കണ്ടു. പക്ഷേ മഴ പെയ്യുമ്പോൾ ഇവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇവിടെയും പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മഴവെള്ളമൊക്കെ ആയിട്ട് ആകെ മെസ്സായിട്ട് എടുക്കുകയായിരുന്നു. ഇതാണ് അവരുടെ ഒരു കുഞ്ഞു പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. കൊള്ളാം, കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് കളിക്കാൻ. പക്ഷേ അത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഞങ്ങൾ നേരെ പോയി. എനിക്ക് കോഫി കിട്ടാത്തതിൽ അതിയായ വിഷമം ഉണ്ടായിരുന്നത് കൊണ്ട് അടുത്തൊരു കോഫി ഷോപ്പ് കുറേ ദൂരം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോഴത്തേനും അന്നക്കുട്ടി അപ്പുച്ചേട്ടനും കൂടി ഇങ്ങനെ ഇഞ്ഞപ്പെണ്ണ കൂടെ ഒളിച്ചേ കണ്ടേ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്കത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവൾ എനിക്ക് തോന്നുന്നൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഉണർന്നത്. പിന്നെ ഒരു 11-12 മണി വരെ അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഞാൻ ഈ നില ബേക്കറിക്ക് കോഫി കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിലുള്ള യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 3-3:30 ആയപ്പോൾ പൗടിക്കോണത്തെത്തി. അവരെ ഡ്രോപ്പ് ചെയ്തു. ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ ബോധമില്ലായിരുന്നു. ഞാനും ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങിപ്പോയി. ഏകദേശം പാപ്പനും കൂടെ എത്തിയപ്പം ഹസ്ബൻഡ് നല്ല ഉറക്കം വന്നു. അമ്മ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ മുഖമൊക്കെ കഴുകിയിട്ടാണ് യാത്ര തിരിച്ചത്. അങ്ങനെ ഉറക്കം വരുമ്പോൾ ഒരിക്കലും തൊട്ടടുത്തെത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് യാത്ര തിരിക്കരുത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.